അല്ല പറയുകയാണ്, നിന്ദ്യമായ നീചമായ മ്ലേച്ഛമായ വൃത്തികെട്ട സംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നതാണ് നിസ്കാരമത്രേ. ആലോചിച്ചു നോക്ക് ചെറുപ്പക്കാരാ, സുബഹി നിസ്കാരത്തിന് സംഭ്രമം പള്ളി. ഞാനൊരു ഉദാഹരണം പറയാ. ആ ഉദാഹരണം നിങ്ങളെ പള്ളിയെടുത്ത് പള്ളിയുടെ മുറ്റത്തായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇനി അതല്ല, ഈ സ്വഭാവക്കാര് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ പ്രത്യേകിച്ച് അവരെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതെന്റെ വാക്കുകളല്ലല്ലോ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ അവിടത്തെ പ്രിയപ്പെട്ട മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആരംഭപ്പൂവായ മദീനയുടെ രാജാവിന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്ന് സഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ തബഅ താബിഈങ്ങളിലൂടെ സലഫ് സാലിഹീങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ നിയമം നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോ ഇത് അല്ല പറയുന്നത് തന്നെയാണ്. സംഭ്രമം പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി വരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ആ സുബഹി നിസ്കാരം ശരിയായോ ഇല്ലയോ എന്നറിയാ ഇവിടത്തെ CCTV ക്യാമറ നോക്കേണ്ട കാര്യമില്ല. ആ സുബഹി നിസ്കാരം ക്ലിയറായോ, സ്വീകരിച്ചോ, അല്ലാഹു അത് ഖബൂൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ മരിച്ചു പോകണമെന്നില്ല. മരണശേഷം ഖബറിലേക്ക് കൊണ്ടുവച്ചാലേ തിരിയോളൂ എന്നില്ല. ഈ പള്ളിയിൽ നിന്ന് ലോഹറിന്റെ ജമാഅത്തുകളും നമസ്കരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഞാനൊരു ചെറിയ അടയാളം പറഞ്ഞു തരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ചിട്ടുള്ള ആയുസ് തീർന്നു പോയി ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോഴാ ആ വിവരം നമ്മൾ അറിയുന്നത് എന്ന ധാരണ തെറ്റാണ്. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ മ്ലേച്ഛമായ എല്ലാ ദുഷ്പ്രവൃത്തികളെയും നിസ്കാരം തടയുമെന്ന് പറയുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഫസാദ് പറയുന്നവരെ, പരദൂഷണം പറയുന്നവരെ, ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരാ, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചായക്കടകളിൽ ചെന്നിരുന്നു കൊണ്ട് നാട്ടുകാരെ പറ്റി വർത്തമാനം പറഞ്ഞ് വിഷമിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിന്റെ ഇടയിൽ 1 മണിക്കൂറും 20 മിനിറ്റും ഉണ്ടല്ലോ, ആ സമയത്ത് പുറം പള്ളിയിൽ വന്നിരുന്ന്, അല്ലെങ്കിൽ പള്ളിമുറ്റത്ത് വന്ന് സ്റ്റെപ്പിലിരുന്ന്, അല്ലെങ്കിൽ പള്ളിക്കകത്ത് ചാരിയിരുന്ന് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും അപവാദം പറയുമ്പോൾ, നാട്ടിലുള്ള മുഴുവൻ ആളുകളെ പറ്റിയിട്ട് ഫസാദ് പറയുമ്പോ പടച്ചവനെ തന്നെയാണ് സത്യം. നിന്റെ മഗ്രിബ് നിസ്കാരമായിട്ടില്ല, നിന്റെ ളുഹർ നിസ്കാരമായിട്ടില്ല. എന്തുകൊണ്ട്? ഖുർആനിന് തെറ്റുപറ്റിയതാണോ? അല്ല. അല്ലാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ മ്ലേച്ഛമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിസ്കാരം തടയുമെന്ന് പറയുമ്പോ നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ പലിശ വാങ്ങുന്നത്? നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ നീ പലിശ വാങ്ങുന്നത്, കള്ളു കുടിക്കുന്നത്, പരദൂഷണം പറയുന്നത്? അതെന്തിന്റെ പേരിലെന്നറിയോ പ്രിയപ്പെട്ടവരെ? നിസ്കാരം അല്ലാഹു പറഞ്ഞതിലുള്ള ക്വാളിറ്റി കുറഞ്ഞു പോയതിന്റെ പേരിലാ. നിന്റെ നിസ്കാരമായ പിന്നെ നീ ഹറാമുകൾ തിന്നൂല പൊന്നുമോനെ. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പെങ്ങളെ നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന നിഷിദ്ധമായ നാണയത്തുട്ടുകള് നിന്റെ പള്ളയിലേക്ക്, നിന്റെ പൊന്നുമക്കളുടെ വയറ്റിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ആ നമസ്കാരം, നിന്റെ നിസ്കാരം ക്ലിയർ ആകാത്തതിന്റെ പേരിലാ. ഇതെന്റെ വാക്കുകളല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കും തന്നറിയോ? മല്ലമ തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. ആരുടെ നമസ്കാരം കൊണ്ട് നീചമായ പ്രവർത്തനങ്ങളെ തടയിടാൻ പറ്റുന്നില്ലയോ, ലബ്തസിദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ആരുടെ നിസ്കാരം കൊണ്ട് കള്ളുകുടി മാറ്റാൻ പറ്റുന്നില്ലയോ, ആരുടെ നിസ്കാരം കൊണ്ട് പലിശ മാറാൻ പറ്റുന്നില്ലയോ, ആരുടെ നിസ്കാരം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരെ പാര വെച്ചിട്ട് അവനെ ഒറ്റുകൊടുക്കുന്ന പണി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലയോ, ആരുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിയല്ലാതെ അവനോട് വെറുപ്പ് നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയേണ്ടി വന്നിട്ടുണ്ടോ? റസൂലുള്ള പറയുന്നു, ലമതസിദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ. ആ നിസ്കാരം കൊണ്ട് അല്ലാഹുവിൽ നിന്ന് അകൽച്ചയല്ലാതെ നിനക്കൊന്നും നേടാനില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് പല കാര്യങ്ങളും കണ്ടുകൊണ്ടാ പറഞ്ഞത്. ഒന്ന്, ഞാൻ പണ്ടെപ്പോഴോ ഖുർആൻ ഓതാമെന്ന ഒരു പ്രദേശം, പിന്നീട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകന്റെ ഖബർ സിയാറത്തിന് വന്ന പ്രദേശം, മൂന്നാമത് ഇന്ന് ഇവിടെ എല്ലാം നിസ്കരിച്ചത് പോലും ഞാൻ നിസ്കരിച്ചത് തൊട്ടടുത്ത പള്ളിയിലാണ്. ആ പള്ളിയിലും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നേരെ നിങ്ങൾ കണ്ടു ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലാ കയറിയത്. ഇവിടത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സുബഹി നിസ്കരിച്ചാൽ ഉടനെ ആളുകൾ വീട്ടിലേക്ക് പോകും, ചായ കുടിക്കണം. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകും, ഭക്ഷണം കഴിക്കണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ അത് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കണം, കിടക്കണം, വീട്ടിൽ പോകണം. പക്ഷെ ഇതിനിടയിൽ ഒരു വഖത്തുണ്ട്, മഗ്രിബ്. ആ മഗ്രിബിന് പള്ളി വരുന്ന ആളുകൾ ഇശാ കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. സിംഹഭാഗം ആളുകൾ 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഇതിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം കൂട്ടുകൂടിയിട്ട് പല പള്ളികളിലും നടക്കുന്ന സമ്പ്രദായം ആ നാട്ടിലെ ഇമാമിനെ പറ്റിയിട്ട് പച്ചയിറച്ചി തിന്നലാണ്. അല്ലേ? നിങ്ങൾക്കറിയില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സന്തോഷവും സ്നേഹവും മാത്രമുള്ള സ്ഥലമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ദറസ് നടത്താൻ വന്നിട്ട്, ഉസ്താദിന്റെ നാട് ചിറയൻകീഴാണ്, ഇവിടെ ദറസ് നടത്താൻ വേണ്ടി വന്നു, ഇവിടെ ദറസ് നടത്തി. ഇവിടെ നിന്ന് മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരെ കേരളത്തിന് സമ്മാനിച്ചു. എന്നിട്ട് ഇവിടെ തന്നെ മഹല്ലത്തായി, ഇവിടെ പ്രസിഡന്റായി. അതെന്തുകൊണ്ടാണ്? ഒരു നാട്ടിലെ ഇമാമായി പോകുന്ന ഒരാൾ ആ നാട് കൊള്ളൂലെങ്കിൽ രായ്ക്ക് രാമാനെ ഓടിക്കളയും. കാരണം എന്താണ്? സഹിക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ വന്ന് ഇമാമായി, മുദരിസായി, പിന്നെ ഇവിടെ അംഗത്വം എടുത്തതിന് പുറമെ പ്രസിഡന്റായി, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവുന്നെങ്കിൽ ഈ നാട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നന്നാകാനും പ്രതിജ്ഞ എടുത്തോളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്രിബ് ഇശാഇനിടയിൽ സർവ്വ സ്ഥലങ്ങളിൽ പോയാലും ഇമാമിനെ മാറ്റുന്നത്, മോദിന്റെ നീട്ടം, ശബ്ദത്തിന്റെ നീട്ടം കുറവ്, മുത്തലിമീങ്ങളുടെ വികൃതി, ഇതൊക്കെ പറയുന്നത് മഗ്രിബ് ഇശാഇനിടയിലെ സമയത്താണ്. എന്തുകൊണ്ടാണ്? നിസ്കാരം കഴിഞ്ഞു നേരെ ഫസാദ്, നിസ്കാരം കഴിഞ്ഞു നേരെ ഗീബത്ത്. ഇതെന്താ? ഖുർആൻ എന്തെങ്കിലും പറ്റിയോ? സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. പറ്റിയതെന്താ? നിന്റെ നിസ്കാരമായില്ല. ഞാൻ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിപരമായ ചില കാര്യങ്ങളോട് പറഞ്ഞുതരാം. കള്ളുകുടി നമുക്കറിയാലോ. കള്ളുകുടി എന്ന് പറയുന്നത് വളരെ മോശമായ, ഏറ്റവും മോശമായ ഷർറുൽ അസ്റാർ, ഏറ്റവും ഉമ്മുൽ അസ്റാർ, മുഴുവൻ തിന്മകളുടെയും മാതാവാണ് കള്ളുകുടി. മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്ന ഒരുത്തൻ ചെയ്യാത്ത ഒന്നും ഉണ്ടാവൂല. പിന്നെ അവന് ബാക്കിയുള്ളതെല്ലാം അവന്റെ മൈൻഡിൽ വരുന്ന കാര്യമല്ല. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പോലും മൊഴി ചൊല്ലുന്ന എത്രയോ മദ്യപാനികളായ ഭർത്താക്കന്മാരുണ്ട്. ഉസ്താദെ, അത് കുടിച്ചോണ്ട് വന്നപ്പോ ഇത്രയും പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ 3 ചൊല്ലിയടിയെന്ന്. അത് ഉള്ളിൽ മറ്റത് പോയത് കൊണ്ടാ. മതി, മറ്റത് പോവാതിരിക്കെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ, നീ അവൾ അന്യായി. ഇതാ ഇരിക്കുന്നുണ്ട് മുദരിസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കള്ളു കുടിച്ചിട്ട് മദ്യപിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തലാഖിന്റെ വാചകം പറഞ്ഞിട്ട് വീണ്ടും അവളെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ജാരസന്തതികളാണ്. പിന്നെ നോട്ടവും പിടുത്തവും ഒക്കെ ഹറാമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ആ നിലയിൽ കള്ളുകുടി എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവല്ലേ? ഈ കള്ളുകുടിയെ പറ്റി അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ? കള്ളുകുടി യസുദ്ദക്കും അൻ ദിക്രില്ലാഹി വ അനിസ്സലാ. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. സംഭ്രമങ്കാര് ബുദ്ധിയുള്ളവരാണ്. ഖുർആന്റെ വാക്കാ. യസുദ്ദക്കും അൻ ദിക്രില്ലാഹി വ അനിസ്സലാ. മദ്യപാനം എന്നത് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനെയും നിസ്കരിക്കുന്നതിനെയും തടയുന്ന കാര്യമാണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനെയും നിസ്കരിക്കുന്നതിനെയും തടയുന്ന കാര്യമാണ് കള്ളുകുടി എന്ന് പറയുന്നത്. ഖുർആനാണ്. ഞാൻ ചോദിക്കട്ടെ, കള്ളു കുടിച്ചിട്ട് എത്ര എണ്ണം നിസ്കരിക്കാൻ വരുന്നുണ്ട്? മദ്യപിച്ചിട്ട് എത്ര എണ്ണം നിസ്കരിക്കാൻ വരുന്നുണ്ട്? മദ്യപാനികള് മഹല്ല് പരിപാലനം നടത്തുന്നില്ലേ? ഇല്ലേ? എനിക്കറിയുന്ന എത്രയോ പ്രസിഡന്റുമാര് നല്ല 1-ാം തരം കുടിയന്മാരാണ്. പതുക്കെ പറയേണ്ട കാര്യമല്ല, നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇമാമിന് എന്തെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? എന്നാ മുസ്ലിം ഒരു കാര്യം ചെയ്യും, പൊക്കോളി, ഞങ്ങൾക്ക് വേറെ ഇമാമിനെ കിട്ടും, 5000 രൂപ കുറച്ചു കൊടുത്താൽ വരാൻ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം.
കള്ള് കുടിക്കുന്ന ആളുകൾ പള്ളി പരിപാലനം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്തേ നോവാത്തത് പറയുമ്പോ? നിങ്ങൾക്ക് എന്റെ നീറാട്ടത്? മദ്യപാനികൾ, പലിശക്കാരന്മാര് പള്ളി പരിപാലനം നടത്തുന്ന കാലഘട്ടത്തില് ഏത് പള്ളിയിലിരുന്ന് ഇബാദത്ത് എടുത്താൽ ആ പടച്ചവനെ സ്വീകരിക്കുക? ഏത് പള്ളിയിലിരുന്ന് ദുആ ചെയ്താൽ ആ പടച്ചോ സ്വീകരിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ള് കുടിക്കുന്നവൻ എന്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് വീണ്ടും വരുന്നു? കള്ളുകുടിയെ പറ്റി അല്ല പറഞ്ഞത് നിസ്കാരം തടയും, ദിക്ർ തടയും, പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, പിന്നെ ദിക്ർ ചെല്ലാൻ പറ്റൂല. എന്നാ ഞാൻ ചോദിക്കട്ടെ, എത്ര കള്ളുകുടിയന്മാരെ നിസ്കരിക്കാൻ വരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിന്നീട് വരുന്ന നിസ്കാരം ഒന്നും നിസ്കാരം അല്ല എന്നായി പറയുന്നത്. പിന്നീട് വരുന്ന നിസ്കാരങ്ങളൊന്നും നിസ്കാരമല്ല. അവന് ബോധത്തോടു കൂടി നിസ്കരിക്കുന്ന നിസ്കാരം മാത്രമേ അള്ളാഹു കബൂൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ നമസ്കാരം കൊണ്ട് എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയും കൃത്യമായി തടയാൻ കഴിയണം. എന്നാൽ മാത്രമാണ് അവന് നമസ്കാരത്തിന്റെ ചൈതന്യമാവുക. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഒരാൾ ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് വരികയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന ഫുലാനനെ യുസല്ലി ബില്ലൈൽ. റസൂലേ, ഇന്നയാള് രാത്രി നിസ്കാരക്കാരനാ. അവനെ പാതിരാത്രി ഉറക്കമൊടിഞ്ഞിട്ട് നിസ്കാരമാണ്. പക്ഷേ ഫൈദാ സുബഹ സരിഖാ, അവന് നേരം വെളുത്താ മോഷണമാണ് അവന്റെ ജോലി. അവന് നേരം വെളുത്താൽ പിടിച്ചു പറയാണ്. രാത്രി കാലങ്ങളിൽ മുഴുവനും നിസ്കാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി എന്താ പറയേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടെ കാത്തു നിൽക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, ഖാല സയൻഹാഹു മാ തഖൂൽ. നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് നിസ്കാരം അവനെ തടഞ്ഞോളും. മോനെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യന് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അവന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറാൻ അവന് സാധിക്കുന്നത് നിസ്കാരം കൊണ്ടാ. 5 നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരാള് ഒരു പാപത്തിലേക്ക് പോകില്ല. പ്രിയപ്പെട്ടവരെ, തടഞ്ഞു നിർത്താൻ നിസ്കാരത്തിന് പവറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ നമ്മുടെ നമസ്കാരങ്ങൾ ആ ക്വാളിറ്റിയിലെത്താത്തത്? അത് നമ്മുടെ നിസ്കാരമായിട്ടില്ല. വെറുതെ തല കൊണ്ടുവന്ന് നിലത്ത് വെക്കുന്നതിന്റെ പേരല്ല നിസ്കാരം എന്ന് പറയുന്നത്. ആദരവായ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അടുപ്പം എവിടെയാണെന്നറിയോ? ഒരു വെള്ളമുണ്ട് തോളപ്പ് ധരിച്ചുകൊണ്ട്, തല തുറന്നിട്ടുകൊണ്ട്, അള്ളാന്റെ പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ 4 ഭാഗത്ത് തവാഫ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് സഫാ മർവയുടെ ഇടയിലും നടന്നുകൊണ്ട് സഈ ചെയ്യുന്ന ആ സഈ അടക്കമുള്ള തവാഫ് അടക്കമുള്ള ഉംറ ചെയ്യുമ്പോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ അറഫയിൽ ചെന്ന് നിന്നുകൊണ്ട് ആ വെയിലേറ്റുകൊണ്ട് അറഫയിൽ നിൽക്കുമ്പോൾ, മിനയിൽ വന്നിട്ട് രാവാറുക്കുമ്പോ, മുസ്തലിഫയിൽ വന്ന് രാവാറുക്കുമ്പോൾ, പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ ആ മനുഷ്യൻ നാട് വിട്ടു വീട് വിട്ടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ 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 എന്ന് പറഞ്ഞു പോകുമ്പോ എല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചവനെ മാത്രം ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ ആ ഹജ്ജിന്റെ ഉംറയുടെ യാത്രയിലല്ല ഒരാള് പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറിയിട്ട് ഒരു തുള്ളി വെള്ളമിറക്കാരെ വായിലേക്ക് വരുന്ന തുപ്പുനീര് പോലും തുപ്പിക്കളഞ്ഞിട്ട്, പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി ഭക്ഷണം കഴിക്കാൻ, ഒരു തുള്ളി ജലപാനം നടത്താൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറി ചുണ്ട് വനണ്ടുണങ്ങിയിട്ട് അള്ളാഹിന് വേണ്ടി നിരാഹാരം കിടക്കുന്ന നോമ്പുണ്ടല്ലോ, ആ നോമ്പിന്റെ സമയത്തല്ല അള്ളാഹുമാകട്ടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അള്ളാഹു നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് കാൽക്കുലേഷൻ നടത്തിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി നീ സക്കാത്ത് കൊടുക്കുമ്പോഴല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴും അറിയോ? അവിടുന്ന് ഹബീബായ റസൂലിന്റെ നാവിലൂടെ തന്നെ പറഞ്ഞല്ലോ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യന് സുജൂദിൽ
കിടക്കുമ്പോഴാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഏകനായ അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുനിച്ചിട്ട് അല്ലാഹുവേ നീയാണ് അത്യുന്നതനെന്ന് വിളിച്ചു പറയുന്ന ആ നമസ്കാരം, സുജൂദുണ്ടല്ലോ, ആ സുജൂദിലാണ് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അത് നിർവഹിക്കുന്ന കാതലായ നിസ്കാരം കൃത്യമായതിന്റെ ഹക്കനുസരിച്ച് പൂർത്തീകരിച്ച പിന്നെ കച്ചവടത്തിൽ കള്ളപ്പരം കാണിക്കൂല. ശുഐബ് നബിയുടെ ജനതയെ നമുക്കറിയുമല്ലോ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത കച്ചവടത്തിൽ കള്ളപ്പരം കാണിക്കുന്നവരാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവര് നാണയത്തുട്ടുകളുമായിട്ട് കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ കുറവ് വരുത്തിയിട്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ഇലാ മദിയന അഖാഹും ശുഐബാ. ശുഐബ് നബിയെ മദിയനിലേക്ക് അല്ലാഹു നിയോഗിക്കുകയാ. ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനല്ലാതെ ഇലാഹില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തല്ലേ എന്ന് മഹാനായ ശുഐബ് നബി പറയുകയാ. ആ സമയത്ത് അവർ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈ ആയത്ത് മനസ്സിലാക്കണം. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ സമയത്ത് ശുഐബ് നബിയോട് ജനത പറഞ്ഞ വാക്കെന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുന്നുണ്ട്. ആ ഒരൊറ്റ ആയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ശുഐബ് നബിയോട് ചോദിക്കുന്നു, ഖാലൂ യാ شعيب وصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء. ഓ ശുഐബേ, നീ പറയുന്ന നിസ്കാരം, നീ ഞങ്ങളോട് പറഞ്ഞ നിസ്കാരം, ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്ന ആരാധനാമൂർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണോ? ഇന്ന് വരെ ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാണ് സമ്പാദിച്ചത്, അതെല്ലാം ഒഴിവാക്കണമെന്നാണോ നിന്റെ നിസ്കാരം ഞങ്ങളോട് കൽപ്പിക്കുന്നത്? നോക്കണേ, ശുഐബ് നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോ ആ ജനതയുടെ മറിച്ചുള്ള ചോദ്യം എന്തെന്നറിയോ? നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇതിൽ നിന്ന് തടയുന്നത്? നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇതിൽ നിന്ന് തടയുന്നത്? ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിട്ടാണ് ഇതുവരെ ജീവിച്ചത്. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. കറക്റ്റ് 5 നേരം പള്ളിയിലെ നിസ്കാരം കൃത്യമാണ്. ആ നമസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തും. ഖുർആൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ കൃത്യമായിരിക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറവ് വരുത്തും. ഇങ്ങനെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തിയിട്ട് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. ആ സമയത്ത് തിരിച്ചു ചോദിച്ച ചോദ്യം, നിന്റെ നിസ്കാരമാണോ ഇതിനെ തടയുന്നത് എന്നാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 5 നേരം സംഭ്രമം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ പോട്ടെ സാന്ദർഭികമായിട്ട് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ബാങ്ക് കേൾക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാള് കച്ചവടത്തിൽ കാപട്യം കാണിക്കാതെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതെ കൃത്യമായി അളന്നു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും. എന്നാ ഈ കച്ചവടക്കാർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ്, ഒപ്പം നിസ്കാരമുള്ളവരാണെങ്കിൽ എന്താ സംഭവിച്ചത്? അവന്റെ നിസ്കാരമായിട്ടില്ല, അവന്റെ നമസ്കാരമായിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം അതിന്റെ ഹക്കനുസരിച്ച് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്താനോ, അതല്ലെങ്കിൽ കള്ളു കുടിക്കാനോ, അല്ലെങ്കിൽ പരദൂഷണം പറയാനോ ഒന്നും കഴിയില്ല. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇത് നിസ്കരിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ നിസ്കാരം ആയിട്ടില്ല. ചായല് വീണു പോവരുത്, ഇങ്ങോട്ടുകൂടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിസ്കാരമായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന യാതൊരുവിധ
തിന്മകളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ നിസ്കാരം അതിനെ ബ്രേക്ക് ചെയ്യും. നമ്മൾ അറിയാതെ നിസ്കാരം ബ്രേക്ക് ചെയ്യും. അള്ളാഹു ആ തരത്തിലുള്ള നിസ്കാരമാക്കി നമ്മളെ നിസ്കാരത്തെ അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ അങ്ങനെ ആക്കി തരട്ടെ. ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലുള്ള നിസ്കാരമാക്കി അള്ളാഹു നമസ്കാരത്തെ നമുക്ക് മാറ്റി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നീ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നബി തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നല്ലോ, അയാൾ പറഞ്ഞതെന്താണ്? രാത്രി നിസ്കാരവും പകല് മോഷണമുള്ള ആളാണ്, അയാളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നബി തങ്ങൾ പറഞ്ഞു, അയാൾ കൃത്യമായി നിസ്കരിക്കുമെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് അയാൾക്ക് മാറാൻ കഴിയും. കാരണം നിസ്കാരം ബ്രേക്ക് ചെയ്യും. ഇനി അബദ്ധവശാൽ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഉണ്ടല്ലോ, നമ്മുടെ നമസ്കാരം കൊണ്ട് അള്ളാഹു ആ തെറ്റങ്ങ് മാപ്പാക്കും. എന്തെങ്കിലും ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചു പോയാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നമസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് ആ പാപത്തെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ് അബുൽ യസ്ർ എന്ന പേരുള്ള ഒരു സഹാബിയുണ്ട്. അബുൽ യസ്ർ എന്ന പേരുള്ള സഹാബി, അദ്ദേഹം ഒരു ദിവസം ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ്. കടയിൽ നല്ല ഈത്തപ്പഴമുണ്ട്. ഒരു സാധുവായ സുന്ദരിയായ ഒരു പെൺകുട്ടി ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വരികയാണ്. അബുൽ യസ്റിന്റെ അടുക്കലേക്ക് വന്നു, ഈത്തപ്പഴം ചോദിച്ചു. ആ സമയത്ത് അവളുടെ സൗന്ദര്യത്തിൽ ആകർഷനായി പോയ അബുൽ യസ്ർ റഹിമഹുല്ലാഹ് മഹാനവറുകൾക്ക് വല്ലാത്തൊരു മോഹം വന്നു. ആ പെണ്ണിനെ ഒന്ന് തൊട്ടു നോക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, പിശാച് കടന്നുകൂടുകയാണ്. അബുൽ യസ്ർ എന്നവര് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ വീട്ടിൽ നല്ല മുന്തിതലയിലുള്ളതാ ഈത്തപ്പഴം ഇരിപ്പുണ്ട്, വരുമോ? ആ ഈത്തപ്പഴം നിനക്കെടുത്ത് തരാമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വളരെ തന്ത്രപരമായി വീട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് അവളെ ഏതോ നിലയിലൊന്ന് ചുംബിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു നിമിഷമാ ശൈത്താനെ കടന്നു വന്നു. അടുത്ത നിമിഷമതാ മനസ്സിന്റെ ഉള്ളറകളിൽ പശ്ചാത്താപത്തിന്റെ മുട്ടിടുകയാ. പശ്ചാത്താപത്തിലേക്ക് മഹാനവറുകളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാ. ആ സമയത്ത് മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമായി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉമർ തങ്ങളെ, ഒരു തെറ്റെനിക്ക് സംഭവിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം. വസ്തുർ അലാ നഫ്സിക വലാ തുഖ്ബിറന്ന അഹദാ, ഒരാളോടും ഇത് പറയാൻ നിൽക്കണ്ട, നീ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ട് അബുൽ യസ്റേ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് ഉമർ തങ്ങൾ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാ. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സിദ്ദീഖ് തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന പെണ്ണിനെ ചുംബിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലയോ അബുൽ യസ്റേ, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ മറച്ചു വെക്കുക. വലാ നഫ്സിക, നീ ഒരാളോടും അത് പറയാ പാടില്ല. വലാ തുഖ്ബിറന്ന അഹദൻ, നീ ആരോടും ഇതിനെപ്പറ്റി മിണ്ടാൻ പാടില്ല. എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം ഇതാണ്. ആ മനുഷ്യനതാ വീണ്ടും ചാടിയണേക്കുകയാ. എന്താണ് ഇതിനൊരു പരിഹാരം? ഉമർ തങ്ങൾ പറഞ്ഞതും അബൂബക്കർ തങ്ങളും പറഞ്ഞത് ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉറങ്ങാ. എനിക്ക് ഉറക്കം വരാത്ത രാത്രികളാ. അങ്ങനെ ആ മനുഷ്യന് പെട്ടെന്ന് പോയി എങ്ങോട്ടെന്നറിയോ? ഇലാ ഹളറത്തി റസൂലില്ലാഹ്, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്നിട്ട് ഈ വിവരം റസൂലുള്ളാഹിയോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? യുദ്ധത്തിന് പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണത്. യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ പോയ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ നീ അങ്ങനെ ചെയ്തത്? ആ സമയത്തതാ മനസ്സിനകത്ത് വേദനയായി.
അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സപ്തലോകങ്ങൾക്ക് മുകളിൽ നിന്നിറങ്ങി വരികയാ. 7 ആകാശത്തിന്റെ മുകളിൽ നിന്നതാ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വരികയാ. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ ഹൂദിലെ ആയത്താണ്. 144-ാമത്തെ ആയത്തല്ല ഇറക്കുകയാ. വഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. ഒരു തെറ്റ് നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ മാപ്പാക്കാൻ, ആ തെറ്റിനെ കഴുകിക്കളയാ അല്ലാഹു നമസ്കാരത്തെ ഇറക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എവിടെയാണ്? ഒരു തിന്മ ചെയ്തു പോയാൽ ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കുമോ? ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അബുൽ അസ്ർ എന്ന സഹാബിയോട് വിവരം പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകൻ ആ സഹാബിയോട് ഈ വിവരം അറിയിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അടുത്ത് നിൽക്കുന്ന സഹാബാക്കൾക്ക് ഒരു സംശയം വന്നു. എന്തെന്നറിയോ? അവര് ചോദിച്ചു, നബിയേ, ലഹു ഖാസത്തുൻ ലിന്നാസി ആമാ, നബിയേ, ഇത് ഇയാൾക്ക് മാത്രം ബാധകമാണോ? അതേ ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ? ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിസ്കാരമാണെന്ന് പറയുമ്പോ അത് ഇയാൾക്ക് മാത്രമാണോ? അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ബാധകമാണോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മാണിക്യം അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഖാല ലിന്നാസി ആമാ, സംഭ്രമത്തുള്ള നിങ്ങൾക്കും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, കടക്കലുള്ള ആർക്കെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അതല്ലെങ്കിൽ ലോകത്തിന്റെ മശ്രിഖ് മഗ്രിബിനിടയിലുള്ള ഏതൊരു വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു വെച്ച ഒരു ഇബാദത്ത്, അഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ സംഭവിച്ചു പോയെന്നിരിക്കട്ടെ, ഒരുപക്ഷേ അറിയാതെ നമ്മളെ തെറ്റുകൾ ചെയ്തു പോയാൽ നമസ്കാരം അധികരിപ്പിക്കുക. ആ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ്. അതല്ല, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിസ്കാരത്തിനും കഴിയുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കുനിഞ്ഞു നിവരുന്ന, നമ്മൾ നമ്രശിരസ്കരാകുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ പരിഹാര മാർഗം നിസ്കാരമാണ്. ഒപ്പം അറിയാതെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ തെറ്റുകളെ കഴുകിക്കളയാൻ ഏറ്റവും നല്ല ഇബാദത്ത് നമസ്കാരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്.